നിഖിലേ, എടാ നിഖിലേ, ഒന്ന് ഓടി വാടാ. എടാ ഒന്ന് ഓടി വാടാ വേഗം. എന്താ മുത്തശ്ശ? എടാ എന്താടാ അത്? പൊട്ടലും ചീറ്റലും എന്താ നാടാ നിന്റെ ഭാര്യ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്? മുത്തശ്ശ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കട്ടെ. സ്വന്തം പണി ചെയ്യാതിരിക്കാൻ ഒരു എലിപ്പട്ടി വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. അതാണെങ്കിൽ കൊരയും കടി. മുത്തശ്ശ, ഓവനൊരു കുഴപ്പമില്ല, ഉപയോഗിച്ച രീതിയില്ല കുഴപ്പം. അപ്പൊ ഞാൻ ആ കുഴപ്പമുണ്ടാക്കിയെന്നാണോ നീ പറയുന്നത്? ഇവിടെ നാക്ക് നിയന്ത്രിച്ചോണം. ഞാൻ ആരാണെന്ന് നമുക്കറിയില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞതാ ഞാൻ. ഗ്രാജുവേഷൻ, അതും അന്നത്തെ കാലത്ത്. പുല്ലുപോലെ വായിക്കും ഞാൻ ഇംഗ്ലീഷ്. അതില് ചക്കച്ചോള പോലെ എഴുതി വെച്ചിട്ടുണ്ട് 30 സെക്കൻഡിനുള്ളിൽ ചൂടാകുമെന്ന്. ശരിയാ മുത്തശ്ശ, പക്ഷെ അതിന്റെ ബാക്ക് പേജ് കൂടി മുത്തശ്ശൻ വായിക്കണമായിരുന്നു. ഓവൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. സ്റ്റീൽ പാത്രമൊന്നും അതിൽ വെക്കാൻ പറ്റില്ല. ഇതൊക്കെ പറ്റും. ഞാൻ പഠിപ്പിച്ചുതരാം. നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോടി? ഞാൻ ആരാണെന്ന് അറിയുമോ നിനക്ക്? നിന്റെ അമ്മായി അച്ഛന്റെ അച്ഛൻ. പറഞ്ഞു കൊടുക്കടാ പുളുന്താനെ. ഈ സാധനം ഫോണിൽ കൂടെ വിറ്റേക്ക്. എന്റെ വടി ഇങ്ങോട്ട് കിടി. കഴിക്കുന്നു നീ? കൈയെടുക്കണം അങ്ങോട്ട്. ഓരോ സാധനവും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നവള്. വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങിയാലേ ഇത് പതിവാ. നീ ഇത് വാങ്ങുന്നതിന് മുമ്പേ എന്നോടൊന്ന് ചോദിക്കായിരുന്നു. ഓ, ഇതിനി എത്ര ദിവസം സഹിക്കണോ ആവോ? ഹായ് സാർ, സുഖാണോ? സുഖം. സുഖമായിരിക്കുന്നോ? കൊള്ളാലോ സിദ്ദിഖേ, നല്ല സൂപ്പർ തക്കാളി. അതെ സാറേ. ഒരു 10 കിലോ ഹോട്ടലിലേക്ക് കേട്ടോ. ഓക്കെ സാർ. എന്താ ഭാനുമതി കുട്ടി, സുഖല്ലേ? വന്നല്ലോ രാജകുമാരൻ. നിന്നോട് മിണ്ടണ്ടാന്ന് തീരുമാനിച്ചതാ ഞാൻ. എന്തു പറ്റി? ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ നിനക്ക് സമയമുണ്ടോ? സാധനം വാങ്ങാൻ വരുന്നത് വേറെയാണ്. ഈ പാവം ഭാനുമതി അമ്മയെ മറന്നു. മറന്നിട്ടല്ല ഭാനുമതി കുട്ടി, സമയം കിട്ടണ്ടേ? 2 ദിവസമായി ചെറിയ പനിയാ മോനെ. ചെറിയ പനിയോ? ഡോക്ടറെ കണ്ടില്ലേ? നിനക്ക് മാത്രമാ തിരക്ക്. പച്ചക്കറി പരപരാ വെളുക്കുമ്പോ വന്നു തുടങ്ങും. പിന്നെ കച്ചവടം തീരുമ്പോ ഒരു നേരമാവും. നേരെ ചൊവ്വേ ഒരു വറ്റ് വച്ച് തിന്നിട്ട് ഒരുപാട് കാലായി. പിന്നെ എന്താ ആശുപത്രി, എന്ത് ഡോക്ടർ. ഓ, ബിസി ബിസിനസ് വുമൺ. പോ, ഇപ്പൊ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വാ. കട പിന്നായിരുന്നു നോക്കും. നിന്റെ അച്ഛനാ? ഓ, അച്ഛന് പച്ചക്കറിയുടെ വിലയൊന്നും അറിയത്തില്ലെന്നേ. ഈ മോൻ തന്നെ നോക്കിക്കോളാം. ഓ, നിനക്ക് കുറെ അറിയാം. എനിക്കോ? പാളയം, ചാല, വലിയ ശാല, ഓരോ മാർക്കറ്റിലെയും ഓൺ ദ സ്പോട്ട് വില ഞാൻ പറയട്ടോ. തക്കാളി, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പാവൽ, പടവലം, പയർ. വേണ്ട വേണ്ട, ഈ ഭാനുമതി സുല്ലിട്ടു. ഭാനുമതി കുട്ടിയോട് പോവാനല്ലേ പറഞ്ഞത്? കടയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ ശരി ശരി, എങ്കിൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം.
ഡോക്ടറെ കണ്ടിട്ട് അവിടെ എവിടെയെങ്കിലും വായി നോക്കി നിന്നാ ഈ പച്ചക്കറിയെല്ലാം മിനി ലോറി കയറ്റിയിട്ട് ഹോട്ടലിലേക്ക് കൊണ്ടുപോ ഫ്രീ ആയിട്ട്. ഓ 2 കറിവേപ്പിലയോ മല്ലിയിലയോ ഫ്രീ ആയിട്ട് തന്നാ കൊണ്ടുപോകാത്ത നീയാ പിന്നെ ഈ പച്ചക്കറി കട തന്നെ കൊണ്ടുപോകാൻ പോണത്. ഒന്ന് പോടാ കൊച്ചെ. ഓ. തക്കാളി, വെണ്ടയ്ക്ക, ക്യാബേജ്, മുരിങ്ങയ്ക്ക. തക്കാളി, വെണ്ടയ്ക്ക, ക്യാബേജ്, മുരിങ്ങയ്ക്ക. വരൂ വരൂ വരൂ. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വേണ്ട, അവിടുന്ന് വാങ്ങിക്കാം. നല്ല ഫ്രഷ് പച്ചക്കറികൾ. ഇങ്ങോട്ട് വാ. വരൂ വരൂ. ആ തക്കാളി എന്താ വില? കിലോ 40. ചേമ്പ് കണ്ടപ്പോഴാ ആ അരവിന്ദ് രാജയുടെ പ്രോഗ്രാം കണ്ടായിരുന്നോ? ചേമ്പ് കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം പറയുന്നത്, കട്ട്ലറ്റ് വരെ. മീര കാണാറുണ്ടോ ആ പ്രോഗ്രാം? ഇവള് കാണൂന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ പറയുന്നത് വള്ളി പുള്ളി ഇല്ലാതെ എഴുതിയെടുക്കുകയും ചെയ്യും. എന്നിട്ട് അതെല്ലാം ഉണ്ണിയേട്ടൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടല്ലേ ഈ പ്രായത്തിലും കൊച്ചു പിള്ളേരെ പോലെ ജില്ലെന്നിരിക്കുന്നത്. അതൊന്നിങ്ങെടുത്തേ. നല്ല പ്രോഗ്രാം അല്ലേ? വെറും വെണ്ടയ്ക്കാക്ക് എത്രയാ? 1.5 കിലോ 50. എനിക്ക് 3/4 കിലോ മതി. ആ എന്താ ഇത്? ഇങ്ങോട്ട് മാറിയേ. ഞാൻ കൊടുത്തോളാന്ന്. ഡോക്ടർ എന്ത് പറഞ്ഞു? ആ ഡോക്ടർ ഇഞ്ചക്ഷനും തന്നു, മരുന്നും തന്നു. ദാ ഇവിടെയാ കുത്തി വെച്ചത്. പിന്നെ അല്ലാതെ. ആ നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? അഴിച്ചേ. എന്റെ തോർത്ത് ഇങ്ങോട്ട് തരാൻ. അയ്യോ, അരവിന്ദ് രാജ. ശരിക്കും അരവിന്ദ് രാജ. സാർ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ. പ്രോഗ്രാം എന്നും കാണും. താങ്ക് യു. എത്ര സിമ്പിളാ നിങ്ങള്. സോ ക്യൂട്ട്. താങ്ക് യു. നിങ്ങളെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് ആ ചെക്ക് തന്നില്ലേ? പക്ഷേ ക്യാമറ ഹോട്ടലിൽ വെച്ച് മറന്നല്ലോ. ക്യാമറയോ? ഇന്നലത്തെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. ഇതല്ലേ ഇഷ്ടപ്പെട്ട പച്ചക്കറി? വേണ്ട, എനിക്ക് വേണ്ട. വീട്ടിൽ മറ്റാരും കഴിക്കില്ല. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊപ്പം വല്ലപ്പോഴെങ്കിലും നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് കൂടി ഓർക്കണം.
ദാ പിടിക്ക്. ഞാൻ ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ക്യാബേജ് കൊണ്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം. ഞാൻ സർ എനിക്കൊരു സെൽഫി. പിന്നെന്താ? ഒന്നിടെ. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു. ഇത് കണ്ടോ? ദേഷ്യം തോന്നല്ലേ? എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഹോട്ടലിലേക്ക്. അയ്യോ മീരേച്ചി പോവാ വാ. എന്നെ കാണാൻ കൊള്ളൂല്ലേ? വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീഭിർധ്യാനഗമ്യം. അമ്മേ ചായ. വിശ്വാധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം. അമ്മേ നിഖിലിന് ചായ എവിടെ? അതാ അവിടെയുണ്ട്. അയ്യോ ചൂടാറി കാണും മോളെ. അതിനെന്താ അമ്മേ, മൈക്രോവേവ് ഉണ്ടല്ലോ. ചായയും ചൂടാക്കാവോ? എല്ലാം വേണമെങ്കിൽ ചൂടാക്കാം. ഓ ഇന്നിവിടെ ക്യാബേജ് തോരനാണോ? അച്ഛന് ക്യാബേജ് ഇഷ്ടമല്ല, നിഖിലിനും ക്യാബേജ് ഇഷ്ടമല്ല. ചായ. ആ ദാ ചായ. ഓ രാവിലെ തന്നെ തുടങ്ങി കുത്തല്. നീ ഇത് തണുത്തു. ആ മൈക്രോവേവിൽ എങ്ങനെ കൊണ്ടുവയ്ക്കേ. കൊണ്ടുപോയി വെക്കുന്നില്ല. ഇതുപോലെ നിനക്ക് വയ്യേ? ഒരു 1/2 മിനിറ്റ് മതി, ചായ ചൂടായിക്കോളൂ. ആ അത് നീ ചെയ്യാനാ പറയുന്നത്. എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പഠിക്കണം. ക്യാബേജോ? എനിക്കൊന്നും വേണ്ട. അയ്യേ മോന് ക്യാബേജ് അല്ല, ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കോവയ്ക്ക്. മോൻ ഇഷ്ടപ്പെട്ടതെല്ലാം വെക്കുന്നുണ്ട്. അമ്മേടെ ഫോൺ എന്റെ കയ്യിലും ആവാ മോളെ. മോളങ്ങെടുക്ക്. പിടിക്ക്. ഒന്നും ചെയ്യാതിരുന്നോളൂ. വിശ്വാധാരം ഗഗനസദൃശ്യം. ഹലോ. ഹലോ മാം, മിലിയാണ്, രാജ് കിച്ചണിൽ നിന്നാ. ആ പറഞ്ഞോളൂ മിലി. മീര മാഡം അല്ലേ? അല്ല, ഞാൻ നിളയ. ഓ അമ്മ കിച്ചണില, എന്നോട് പറഞ്ഞാ മതി. ഞാൻ ഇന്നത്തെ ഇൻവിറ്റേഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഇൻവിറ്റേഷനോ? ഹലോ, സാറിൻ്റെ എല്ലാ അപ്പോയിൻമെൻറ്റ്സും ഞാൻ റീകൺഫേം ചെയ്യാറുണ്ട്. മീര മാമിന് കാർ അയക്കണോ? വേണ്ട, അമ്മ എങ്ങ എത്തിക്കോളൂ. ഓക്കെ ശരി. അങ്ങനെ സംഗതികളൊക്കെ ചൂട് പിടിച്ചു തുടങ്ങി.
എടി കള്ളി മീരെ, അമ്മയ്ക്ക് ഇന്ന് എവിടെങ്കിലും അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അപ്പോയിന്റ്മെന്റോ? ആ, ഇന്ന് അമ്മ എവിടെയോ പോന്നോ വരുന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഞാനോ? ഞാനെവിടെ? രാജ് കിച്ചൺ എന്ന് കേട്ടിട്ടുണ്ടോ എന്റെ മീരാമ്മ? അത് ഞാൻ ചെല്ലൂന്ന് അവര് പറഞ്ഞോ? അതെ എന്റെ മീരക്കുട്ടി, അവരവിടെ സമയമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് നോക്കിയിരിക്ക. അതെങ്ങനെയാ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയതല്ലേ, അതുപോലെ ഒരു പ്രാവശ്യം കൂടി പോണെന്ന് കൂട്ടിയാ മതി. അയ്യോ, അദ്ദേഹം ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ തരുന്നുണ്ടോ? പട്ടണിക്കിട്ട് കൊല്ല്, അപ്പൊ പ്രശ്നം അങ്ങ് തീരും. ദാ കൊണ്ടുവരുന്നു അച്ഛാ. സാരമില്ല, അമ്മ പോയി ഭക്ഷണം കൊടുക്ക്, ഞാനേ ചായ എടുക്കാം. അതെ, മുത്തശ്ശനോട് പറയണം ഇന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന്. അയ്യോ മോളെ, അച്ഛൻ പുറത്തെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. മോൾ അവരോട് പറയോ നമുക്ക് ചെല്ലാൻ പറ്റില്ല? അയ്യോ, അതെങ്ങനാ അമ്മേ? അവരവിടെ എല്ലാം റെഡിയാക്കിയിട്ട്. ഈ മുത്തശ്ശനെ ഉണ്ടല്ലോ ഞാൻ കൊല്ലും. മോനോ? എനിക്ക് കുറച്ച് കഴിഞ്ഞ് മതി. അമ്മേ പറ, പറഞ്ഞു നോക്ക്. പറഞ്ഞോ? വേണ്ട, ഇപ്പൊ പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല അമ്മേ. എന്താ ഇവിടെ ഒരു കഥകളി? ഒന്നുമില്ല ചാ, ഉപ്പുമാവ് നന്നായില്ലേന്ന് ചോദിക്കായിരുന്നു. അതാണോ നീ ചോദിച്ചത്? ആക്ച്വലി അതല്ല, ഞാനൊരു കാര്യം മുത്തശ്ശനോട് പറയാൻ തുടങ്ങുമായിരുന്നു. അത് പറയണ്ടെന്ന് അമ്മ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ. ഓഹോ, എന്നാ പറയണമെന്നില്ല. അയ്യോ, മുത്തശ്ശൻ ചോദിച്ച സ്ഥിതിക്ക് എങ്ങനെ പറയാതിരിക്കുന്നെ? മുത്തശ്ശ, ഞങ്ങളുടെ കല്യാണത്തിന് തന്നെ മുത്തശ്ശൻ വന്നില്ലല്ലോ ആ റെസ്റ്റോറന്റില്. മുത്തശ്ശനെ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. എന്നാ ഒന്നുകൂടെ കല്യാണം നടത്താ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാ. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ മുത്തശ്ശ? അല്ല, ചെലവ് എത്രയാന്ന് കരുതിയിട്ടാ? മുത്തശ്ശ, നമുക്കേ ഒന്നുകൂടി പോയാലോ റെസ്റ്റോറന്റിലേക്ക്? പറ്റില്ല. എത്ര വട്ടം പറയണം നിന്നോട് പുറത്ത് പോകണ്ടെന്ന്? കാശ് വെറുതെ ചെലവാക്കാൻ വേണ്ടി. ഭക്ഷണം ഉണ്ടാക്കാൻ മടിയാണെങ്കിലേ ആ കറണ്ടിന്റെ എലിപ്പെട്ടി വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. ഒന്ന് പറഞ്ഞു കൊടുക്കടി ഈ വിവരദോഷിക്ക്. അത് തന്നെ അച്ഛാ ഞാനും പറഞ്ഞോണ്ടിരുന്നത്. നില, അച്ഛൻ ഇതൊന്നും പറ്റില്ല. അമ്മ എന്താ ഈ പറയുന്നേ? അന്നത്തെ ഫുഡൊന്നും എന്റെ മുത്തശ്ശൻ കഴിക്കണ്ടെന്നാണോ? ആ ഡെസേർട്ട് അമേസിംഗ് മുത്തശ്ശ. നൈസ് ക്വാളിറ്റി. മുത്തശ്ശന് ഇഷ്ടപ്പെടും. പിന്നെ പിസ്സ. പിന്നെണ്ടല്ലോ, അത് മുത്തശ്ശൻ ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. പിസ്സ, പാസ്ത, ബർഗർ, പിന്നെ ലസാനിയ. എന്ത്? ലസാനിയായോ? ലസാനിയ നല്ല എരിയൻ ഇറ്റാലിയൻ ഡിഷാ. മുത്തശ്ശനൊന്ന് കഴിച്ചു നോക്കണം, സൂപ്പറാ. അച്ഛന് പുറത്തെ ഭക്ഷണമൊന്നും ഇഷ്ടമല്ല മോളെ. അതൊന്നും അച്ഛന് ദഹിക്കില്ല. ദഹിക്കും. അത് നീയാണോ തീരുമാനിക്കുന്നത്? സമയം തെറ്റി കഴിച്ചാലേ കുഴപ്പമുള്ളൂ. കറക്റ്റ്. പുറത്തു നിന്നാണെങ്കിലും സമയത്തിന് കഴിച്ചാൽ മതി. പിന്നല്ലാതെ. ആണോ അച്ഛാ? ആ, നിന്റെ മരുമോടെ ഇഷ്ടമല്ലേ? ഞാൻ എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? പോവാന്ന് അച്ഛൻ പറയുന്നത്. ആ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാ. അല്ലെങ്കിൽ നിന്റെ ഉണക്കച്ചോറ് സാമ്പാറും കഴിച്ച് കിടന്നോളാം ഞാൻ.
അയ്യോ താങ്ക് യു സോറി. ആ. അയ്യോ യാ. മീരാമ്മേ, പെട്ടെന്ന് പോയി റെഡി ആവും. എനിക്കിത് സന്തോഷം അറിയോ. അച്ഛനോട് നുണ പറയാൻ പാടില്ലായിരുന്നു മോളെ. അതിനാരാ എവിടെ നോണ പറഞ്ഞേ? അമ്മേ, നമ്മളൊരു കൺമഷി കൊണ്ട് കണ്ണെഴുതുമ്പോ ആ കമ്പനിയുടെ മുതലാളി ആരാണെന്ന് നോക്കൂ. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ ആരുടേതാണെന്ന് എന്തിനാ അന്വേഷിക്കുന്നത്? മോളെ എന്നാലും അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഇപ്പൊ പോയി എന്തേലും കഴിക്കാനുണ്ടാക്ക്. വെറും കൈയോടെ എങ്ങനെയാ അങ്ങോട്ട് പോകുന്നേ? അയ്യോ ഞാനിപ്പോ എന്താ ഉണ്ടാക്കുക? ഓ, അമ്മയുടെ ഇഷ്ടം പോലെ എന്തേലും ഉണ്ടാക്ക്. ചെല്ല വാ. പോ, പോ, പോ. ദേ കണ്ടില്ലേ എന്റെ മീരാമ്മയുടെ കണ്ണിലെ തിളക്കം? എന്താ കാരണം?